ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ? കാരണം അതുപോലെയുള്ള ഒരു തിരിച്ചുവരവായിരുന്നു, വിമർശകരുടെയൊക്കെ വായടപ്പിക്കുന്ന തരത്തിലുള്ള ഗംഭീര വിജയം. അപ്പോൾ അതിനാദ്യം അഭിനന്ദനങ്ങൾ. സുജയ പറഞ്ഞത് ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു അറ്റ്മോസ്ഫിയറും ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറും തമ്മിലാണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ ഒരു വർഷക്കാലം, തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ള വൈതരണികൾ, സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുപോലുള്ളൊരു പ്രതിസന്ധി കാലം കടന്നുപോയിട്ടുണ്ടാവില്ല. അത്രയേറെ എല്ലാവരുടെ മനസ്സിൽ, ഞങ്ങളുടെ നേതാക്കന്മാരിൽ പലരുടെ മനസ്സിനകത്തോലും ഇനി കോൺഗ്രസ് തിരിച്ചു വരുമോ, ഇന്ത്യയിൽ കോൺഗ്രസ്സിന് മുന്നിൽ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. അവിടെയാണ് ആത്മവിശ്വാസത്തോടെ എല്ലാ ഒഴുക്കിനെയും എതിരെ നീന്തിക്കൊണ്ട് ഞങ്ങൾ ഈ മുന്നോട്ട് പോയത്. സത്യത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആകെ കയ്യിലുണ്ടായിരുന്ന പണം പോലും അത് ശരിക്കും അക്കൗണ്ട് ഫ്രീസ് ആയ ഒരു പാർട്ടി ഇത്രയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് BJP പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു പരിധി വിട്ടിട്ട് എല്ലാത്തിനും മുന്നോട്ട് പോയാൽ ഒരു പ്രകൃതിയുടെ തിരിച്ചടി നമുക്കുണ്ടാവും. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയമായിട്ടാണ് BJP മുന്നോട്ട്. കോൺഗ്രസ് മുക്ത ഭാരതം, അത് ആ മുക്തഭാരതം എന്നുള്ള മുദ്രാവാക്യം മാത്രമല്ലായിരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ED, CBI, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് പറ്റാവുന്നവരെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക. നിതീഷ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോയത് അങ്ങനെ ഒരു ഭീഷണിയുടെ പുറത്തായിരിക്കുമോ? അതിനെക്കുറിച്ചിട്ട് ഇപ്പം ഞാൻ പ്രതികരിക്കാൻ ആളല്ല, പക്ഷേ വളരെ അപ്രതീക്ഷിതമായിരുന്നു ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചു. അദ്ദേഹമാണ് ഈ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന ആൾ. അദ്ദേഹം അതിന് പറഞ്ഞ കാര്യം മോഡി ഒരിക്കലും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മോഡി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടണമെന്നുകൊണ്ട് അദ്ദേഹം മുൻകൈ എടുത്തുണ്ടാക്കാൻ താല്പര്യമെടുത്ത ഒരു മുന്നണിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയി ഇപ്പം മോഡിയുടെ ഏറ്റവും വലിയ ആരാധനായിട്ട് മാറുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ശ്രീരാമനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ശ്രീരാമനും ദൈവമാണെന്ന് കരുതുന്നതാണല്ലോ അങ്ങയുടെയും വിശ്വാസം. എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. അപ്പോൾ ഈ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ആ ദിവസം അവിടെ പോകേണ്ടതായിരുന്നോ കോൺഗ്രസ്? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ ഇതുകൊണ്ടാണ് ആ ദിവസത്തെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് ആ ദിവസം ഉണ്ടാക്കിയത് BJP. നരേന്ദ്രമോദി ആ ശ്രീകോവിലിനുള്ളിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു നെറേഷൻ, ഈ അയോധ്യയിലെ രാമലല്ല ഉദ്ഘാടനമൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ നെറേഷൻ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പോളറൈസേഷൻ ഈവൻ്റ് ആക്കി ഇത് മാറ്റി. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ തവണ അയ്യപ്പനാണെങ്കിൽ ഇത്തവണ രാമൻ, രണ്ടുപേരും ജനവിധിയെ സ്വാധീനിച്ചു എന്നുള്ളതൊരു ഘടകമല്ലേ? കേരളത്തിലെ UDFന് ഏറെ ഗുണകരമായതും കഴിഞ്ഞ തവണ ശബരിമല വിഷയവും, ഒപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വയനാട്ടിലേക്ക് വരുന്നു. അതിന് പിന്നിലും KC ആണ് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് എന്ന് അന്നേ കേട്ടിരുന്നു. ഇന്നിപ്പോൾ രണ്ടിടത്തും, വയനാട്ടിലും ഒപ്പം തന്നെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രണ്ടിടത്തും നല്ല ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ വിജയം. അല്ല, ഒരു കാര്യം ഞാൻ ശശിയോട് പറയാം, രാഹുൽ ഗാന്ധിയുടെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ മാത്രമാണ്, അതിൻ്റെ പിന്നിൽ ആരുമില്ല. വാർ റൂമിൽ അങ്ങനെയായിരുന്നു അങ്ങേ പറഞ്ഞുകൊണ്ടിരുന്നത്. വാർ റൂമിൽ ഇരിക്കുന്ന KCയുടെ യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് പാർട്ടിക്കുള്ളിലുള്ള വിമർശകരും ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരിഹാസങ്ങൾക്ക് മുകളിലേക്ക് അങ്ങിപ്പോൾ കയറി നിൽക്കുകയാണ്. അതിനൊരു വഴി വെട്ടിയത് ഈ ഭാരത് ജോഡോ യാത്രയല്ലേ? അല്ല, ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനൊരു സാക്രിഫൈസ് എലിമെൻ്റ് ഉണ്ട്. 4000 കിലോമീറ്റർ ഒരാൾ മഴയും വെയിലും, അതും ഈ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾ ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യയിൽ. രാഹുൽ ഗാന്ധി, ഇതൊക്കെ തമാശയായിരിക്കും. കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നു, കാശ്മീരിൽ അവസാനിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും പരിഹസിച്ചത് ഇത് കേരളത്തിലെ 15 ദിവസം കഴിഞ്ഞാൽ ഇത് നിർത്തിപ്പോവും, ആരും ഉണ്ടാവില്ല, യാത്ര കാണാനും ആരും ഉണ്ടാവില്ല, UPയിലൊന്നും കയറാൻ പറ്റില്ല, കാശ്മീരിലോട്ട് പോകാൻ പറ്റില്ല, ഇതായിരുന്നു പ്രതി. ഞങ്ങൾ കുറച്ച് പേര് നിശ്ചയദാർഢ്യത്തോടെ എന്ത് വില കൊടുത്തും യാത്ര, അതിന് അദ്ദേഹം തന്നെ ആയിരുന്നു അദ്ദേഹത്തിന് കീ. എനിക്ക് യാത്ര നടത്തണം, കം വാട്ട് മേ, ഞാൻ ഇന്ത്യ മുഴുവൻ നടന്ന് സഞ്ചരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയുണ്ടായി. ആദ്യത്തെ 2-3 ദിവസം അദ്ദേഹത്തിന് കലശലായ മുട്ടുവേദന വന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി എന്നോട് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, വേണോ പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കണം, തൽക്കാലത്തേക്ക് എൻ്റെ അസുഖം ശരിയാവുന്നില്ലെങ്കിൽ അത്. ഞങ്ങൾ സത്യത്തിൽ അന്ന് ഉറങ്ങാൻ പറ്റാത്ത ദിവസമായിരുന്നു. രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന ഒരു യാത്രയും അതിന് മറ്റാരെ നയിച്ചാലും കേരളത്തിലേക്ക് കടന്നപ്പോഴാണോ? കേരളത്തിലേക്ക്, കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കയറിയ ഉടനെ ആ 2 ദിവസങ്ങളിലാണ് അത് സംഭവിച്ചത്. അന്ന് നമ്മൾ ഈശ്വരനോടും സർവ്വദൈവങ്ങളോടും പ്രാർത്ഥിച്ചു വരാതിരിക്കട്ടെ. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ഈ യാത്ര, കാശ്മീരിലെ ആ മഞ്ഞ് വീഴുന്ന
രംഗം അതെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായിരുന്നു. അതായത് താടി നീട്ടി വളർത്തിയ രാഹുൽ ഗാന്ധിയുടെ താടിയിൽ പോലും മഞ്ഞിങ്ങനെ പറ്റി നിൽക്കുന്ന ആ ചിത്രം. അന്ന് ഒപ്പമുള്ള കെ സിയുടെ ചിത്രവും അതിനൊപ്പം തന്നെ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എപ്പോഴും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, ഇപ്പം നമുക്കായാലും വ്യക്തിപരമായാലും നമ്മളെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് നൽകുന്ന ഒരു ആത്മബലം വലുതാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഒരു ആത്മബലമായി കെ സി മാറിയിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹമാണ് അതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്, വിലയിരുത്തേണ്ടത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അദ്ദേഹത്തിന് എന്നെ വലിയ വിശ്വാസമാണ് പൂർണ്ണമായിട്ടും. കാരണം എനിക്ക് ഒരു നേതാവിനപ്പുറത്ത് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു സൈക്കോഫൻസി അല്ല അത്. ഐ അണ്ടർസ്റ്റാൻഡ് രാഹുൽ ഗാന്ധി. ഇത്രയും കമ്പാഷനുള്ള അക്കോമഡേറ്റീവായ ഒരു നേതാവ് അപൂർവമായിട്ടേ കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പാവങ്ങളോട്, സഹജീവികളോടൊക്കെ വളരെ വളരെ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ച്, പലരും വിചാരിക്കുന്ന വേവറിങ്, ഒട്ടും വേവറിങ് അല്ല, ശക്തനായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഇങ്ങനെ പിന്നെ അങ്ങ് മുന്നോട്ട് പോയി. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഭാരത് ജോഡോ യാത്രകളുടെ പരീക്ഷണത്തിന് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കും ഭയമായിരുന്നു. 4000 കിലോമീറ്റർ നടക്കാൻ നമ്മളെ കൊണ്ട് ഇവിടെ, നമ്മളാകെപ്പാടെ 10, 35, 40, 50, 100 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും പരമാവധി. എങ്ങനെ നടന്നു തീർക്കാൻ പറ്റും? പക്ഷേ അതൊക്കെ ഒരു സംഭവം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, 5 മണി 6, 5:30, 5:45 നടത്തം തുടങ്ങുക, പിന്നെ വൈകുന്നേരം രാത്രി 9 മണി വരെ നിൽക്കുക, ആ വഴികോടങ്ങളിൽ കിടക്കുക. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പോണില്ല. ഉദയ്പൂർ ചിന്തൻ ശിവറിൽ സോണിയാഗാന്ധി അധ്യക്ഷതയിൽ നടത്തിയ ഉദയ്പൂരിലെ ചിന്തൻ ശിവറിൽ അന്ന് സുജയ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫൈനൽ ഡിക്ലറേഷനിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ യാത്ര നടത്തും, ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന യാത്ര നടത്തും. ആരുടെ നേതൃത്വത്തിലൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് യാത്ര നടത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഈ കാര്യത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റേജ്, ഓപ്പറേഷൻ സ്റ്റേജിലെല്ലാം ഞാനുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് മുന്നിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ഐഡിയ അല്ല അദ്ദേഹത്തിൻ്റെ തന്നെ. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അല്ല, ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഓരോ ഐഡിയയും പെട്ടെന്ന് വരും.